64 കൊല്ലത്തെ ഒരു ചരിത്രമാണ് കാനറികൾ ഇന്നലെ തച്ചുടച്ചിട്ടുള്ളത്. ടിറ്റെ പടി ഇറങ്ങിയതിനു ശേഷം ബ്രസീലിന് വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റെക്കോർഡ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കോപ്പ അമേരിക്ക മത്സരത്തിൽ കോസ്റ്റാറിക്കെതിരെ ഗോൾരഹിത സമനിലയിലാണ് ബ്രസീൽ മത്സരം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതായത് 9 മത്സരങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കോസ്റ്റാറിക്കെതിരെ ബ്രസീൽ ഒരു മത്സരം സമനിലയിലാകുന്നത്. അതും അവസാനമായിട്ട് ബ്രസീൽ കോസ്റ്റാറിക്കയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടിട്ടുള്ളത് 1960-ലാണ്. അതിനുശേഷം 9 മത്സരങ്ങൾ തുടർച്ചയായിട്ട് കോസ്റ്റാറിക്കയെ ബ്രസീലിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവർക്കെതിരെ സമനിലയിലായതോടെ ഈ ഒരു സ്ട്രീക്കാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവര് തമ്മിലുള്ള ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ആകെ 12 തവണയാണ് ഇവർ കളിച്ചിട്ടുള്ളത്. അതിൽ 10 തവണ ബ്രസീലാണ് വിജയിച്ചിട്ടുള്ളത്. ഒരു മത്സരം സമനിലയായി, അതാണ് ഇന്നലത്തെ മത്സരം. ഒരു മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് 1960-ലാണ്. അപ്പൊ ഏതായാലും ടിറ്റയ്ക്ക് ശേഷം ബ്രസീലിന് ആ ഒരു പ്രതാപകാലത്തിലേക്ക് മടങ്ങിയെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളൊരു ബ്രസീൽ ആരാധകനാണെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ വിജയിച്ച് ക്വാർട്ടറിലേക്ക് കടക്കാൻ ബ്രസീലിനാകുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.